ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേര മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ രുചികരമായിട്ടുള്ള മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി, 4 ചുമന്നുള്ളി, 7 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 ഉണ്ടമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ വീതം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള 2-3 കുടംപുളി കഴുകി വൃത്തിയാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി വെളിച്ചെണ്ണ ചൂടായി കിടന്നത് മൂലം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളി ഇട്ട് കൊടുത്തു. വീണ്ടും ഉണ്ടമുളകും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ശേഷം ഇഞ്ചി ചതച്ചത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഇട്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ മീൻകറി. ചതച്ചെടുത്ത കുരുമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ചതച്ചാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പൊടിയല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ നമുക്ക് ഇളക്കി നല്ല വഴറ്റിയെടുക്കാം കേട്ടോ. ശേഷം ആവശ്യത്തിന് ഒരു സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയൊരു സ്പൂണാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം എല്ലാത്തിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി പൊടികളൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എടുത്തു വെച്ച 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 സ്പൂൺ ഇടുന്നത് ഞാൻ എടുത്തിട്ടില്ല. പിന്നീട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കണ്ടോ ഈ ചട്ടിയിൽ നിന്നും വിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണയെല്ലാം ഒന്ന് കണ്ടോ എണ്ണയെ കിടന്ന് അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് മീൻകറിയുടെ കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സമയം നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം പുളിയോടുകൂടി തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ചൂടാക്കി ഇളം ചൂടുവെള്ളം ഈ മീൻകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കാനേ പാടില്ല. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പുളിവെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കേര മീനാണ് ഇവിടെ ക്ലീൻ ചെയ്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേര മീനാണ് ഇന്നിവിടെ കറി വെക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പുളിവെള്ളം എല്ലാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. മീനിൻ്റെ അരപ്പെല്ലാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കേരമീൻ തലയും ഉണ്ട്. അപ്പോൾ തലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ മീനെല്ലാം ഇട്ടതിന് ശേഷം അധികം സ്പൂൺ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് മൂലം അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സ്പൂൺ വെച്ചിട്ടൊന്ന് മീനിലെല്ലാം ഒന്ന് ആകും വിധം ചാറിങ്ങനെ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 കൈ വെച്ചിട്ടിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏകദേശം ചാറെല്ലാം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒന്ന് മീനെല്ലാം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേര മീൻ കറി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാറോട് കൂടി തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയോട് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ രീതിയിൽ മീൻകറി വീട്ടിലൊന്ന് വെച്ച് നോക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യട്ടെ. എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.